പട്ടിക എടുത്താൽ ഏറ്റവും കൂടുതൽ സാഹസിക യാത്രകൾ നടത്തി സൂര്യപ്രഭ നിറഞ്ഞ് ഏറ്റവും വിശിഷ്ടപ്പെട്ട സൺബേൺ സ്റ്റാച്യു കരസ്ഥമാക്കിയ ജെയ്സൺ എന്ന യാത്രികരുടെ തട്ടത്താണ് തന്നെയിരിക്കും. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വലിയ ഫാനാണെന്ന് പാറ്റി എന്ന കുഞ്ഞനെലി അവളുടെ ഫ്രണ്ടായ ലൂയിജിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സൺബേൺ സ്റ്റാച്യു അദ്ദേഹം തന്റെ നാടായ യുക്ലോഗിൽ തന്നെയാണ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥയാണ് എപ്പിക് ടെയിൽസ്. ഈ സൺബേൺ സ്റ്റാച്യു നാട്ടിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നാട്ടുകാർ തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു. ആ നാട്ടിലെ നല്ല അന്തരീക്ഷമായിരുന്നു. പാറ്റിയെ വളർത്തുന്നത് ഒരു പൂച്ചയാണ് കേട്ടോ, പേര് സാം. ഇപ്പൊ പാറ്റിയും ലൂയിജിയും കൂടെ ക്ലാസ്സിന് പോകുമ്പോൾ നമ്മൾ ആ നാട്ടിലെ വേറെ കുറച്ച് ബിരുദന്മാരെ പരിചയപ്പെടുവാണ്. നാട്ടിലെ പ്രധാന മോഷ്ടാക്കളായ നിഞ്ച റാറ്റുകള്. സംഗതി അവർ മോഷണമാണ് നടത്തുന്നതെങ്കിലും ഇത് കണ്ടു നിൽക്കാൻ തന്നെ ഒരഴകാണ്. ലൂയിജിക്ക് ഇവരുടെ ടീമിൽ ചേരണമെന്നാണ് ആഗ്രഹം. ക്ലാസ്സിലിരിക്കുമ്പോൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പാറ്റിയെയും ലൂയിജിയെയും മൂങ്ങ ടീച്ചർ പിടിച്ചു. നിങ്ങൾക്ക് നിഞ്ച റാറ്റുകളാണോ ആവണ്ടേ എന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ പാറ്റി പറഞ്ഞു, എനിക്ക് ജെയ്സനെ പോലെ ആവണം. ജെയ്സനെ പോലെ ഒരു വീരനാവണമെന്നോ എല്ലാവരും അവളെ കളിയാക്കുവാണ്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ടീച്ചർ സാധാരണ പോലെ സാമിനെ വിളിച്ചു വരുത്തി നിങ്ങളുടെ മകളിൽ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട്. കുട്ടികളെല്ലാവരും കളിയാക്കി ആ ഒരു വിഷമത്തില് തന്നെ കൊണ്ട് സാധിക്കുമെന്ന് അവരുടെ മുന്നിൽ തെളിയിക്കാൻ ഒരു സ്പൂണ് ഒരു വഞ്ചി പോലെ ആക്കിയിട്ട് നമ്മുടെ പാറ്റി വെള്ളത്തിലേക്ക് എടുത്തു ചാടി. സാം ആവട്ടെ അവൾക്ക് പരിക്കൊന്നും പറ്റാതിരിക്കാൻ അവളെ നേരെ പോയി തൂക്കിയെടുത്തോണ്ട് വന്നു. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു. പൊന്നു മോളല്ലേടാ, മോളെ കൊണ്ട് അതൊക്കെ പറ്റുമോ? ജെയ്സൺ വലിയൊരാളല്ലേ, മോൾക്ക് കടലിൽ പോണമെങ്കിൽ ഇവിടെ അമ്മയില്ലേ എന്നും പറഞ്ഞ് പുള്ളി ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു കുഞ്ഞു ബോട്ട്, അതിനകത്ത് അതിനെ ഇരുത്തി ഒരു നീല ഷീറ്റ് താഴെ വിരിച്ച് അതിങ്ങനെ തിരമാല കണക്കാക്കുവാണ്. നമുക്കുണ്ടല്ലോ ഇതേ ഇവിടെ അടുത്ത് ഇപ്പോ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നുണ്ട്, നമ്മുടെ സൂയിസ് ദേവന്റെ. അന്ന് നമുക്ക് ഒരു അടിപൊളി നാടകം കളിക്കാൻ കേട്ടോ എന്നൊക്കെ പറയുന്നു. അപ്പോഴാണ് ലൂയിജി അവിടേക്ക് വരുന്നത്. പാറ്റി, നീ എടുത്ത ലോട്ടറിയുടെ നറുക്കെടുപ്പ് ഇന്നല്ലേ, നമുക്ക് പോവണ്ടേ എന്നൊക്കെ പറയുന്നു. അപ്പോ ഇവര് പോവാൻ നിൽക്കാണ്. പക്ഷെ ഇതിന്റെ പേരിലും സാമിനാണ് ടെൻഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ലോട്ടറി അടിച്ച എങ്ങോ ഉള്ള ഒരു ലൈബ്രറിയിലേക്കുള്ള ടിക്കറ്റ് ആണ് കിട്ടുക. അപ്പൊ ഇവള് വേറെ സ്ഥലത്തോട്ട് പോവില്ലേ, അത് തന്നെയാണ് സാമിന് വിഷമം എന്നും പറയുന്നത്. ഇന്നാണ് ഈ സൂയിസ് ദേവന്റെ, അതായത് നമ്മുടെ സൂര്യദേവന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ദിവസം. ഇത് ചെയ്യാനായി വരുന്നത് നമ്മുടെ ജെയ്സൺ ആണ്. പണ്ടത്തെ വീരനെ പോലൊന്നുമല്ല, ആൾക്ക് വയസ്സായി കേട്ടോ. അങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുൻപ് പാറ്റിയും നമ്മുടെ ലൂയിജിയും കൂടെ ആദ്യം ലൈബ്രറിയിൽ പോകുന്നുണ്ട്. പാറ്റി എടുത്ത ബുക്കെല്ലാം തിരിച്ചു വെക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത് കാണാനായി വരുന്നത്. നാട്ടുകാരെല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൂര്യദേവനെ പറ്റി രണ്ട് വാക്കൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് അവിടെ ലോട്ടറി നറുക്കെടുത്തു. നമ്മുടെ പാറ്റിയുടെ ടിക്കറ്റിന് തന്നെയാണ് ലോട്ടറി അടിച്ചത്. പക്ഷെ അവൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെയുള്ള സാം അത് കണ്ടു. എല്ലാവരും ജെയ്സന്റെ പ്രസംഗം ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു തിരക്കിലായിരുന്നു. അങ്ങനെ ഇതേ സൂര്യദേവന്റെ പ്രതിമ അവിടെ അനാച്ഛാദനം ചെയ്തിരിക്കുന്നു. എന്തൊരു അഴകാണെന്നറിയാമോ, മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞ് പാറ്റി കണ്ണെടുക്കാതെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല ഹാപ്പി ആണെങ്കിലും അങ്ങ് ദേവലോകത്ത് നമ്മുടെ സൂയിസ് ദേവൻ, അതായത് സൂര്യദേവൻ ഭയങ്കര അഹങ്കാരം പിടിച്ച് സംസാരിക്കുകയാണ്. ഇത് കാണുന്ന പൊസൈഡൻ എന്ന കടൽ ദേവൻ പറഞ്ഞു, അവരുടെ നാടിനെ സംരക്ഷിക്കുന്നത് ഞാനാ, എന്നിട്ട് അവർ നിന്റെ പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നു, അവരെന്റെ തനിക്കോണം കാണാൻ കിടക്കുന്നേ ഉള്ളൂ എന്ന്. ഇവിടെ ജെയ്സൺ ഇതെല്ലാം പറഞ്ഞു തിരിഞ്ഞു. ആ സമയത്തേക്ക് നമ്മുടെ സാം ആ ലോട്ടറി ടിക്കറ്റ് തന്ത്രത്തില് പാറ്റിയുടെ കയ്യിൽ നിന്ന് വാങ്ങി. അതിനുശേഷം ഈ ലോട്ടറി അടിച്ച ആളുടെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ ഈ സമ്മാനവും കരസ്ഥമാക്കി. എന്നിട്ട് പാറ്റിയോട് വന്ന് പറഞ്ഞു, മോൾക്കല്ലല്ലോ ഇന്ന് ലോട്ടറി അടിച്ചേന്ന്. അമ്മ പറയുന്നത് സാധാരണ വിശ്വസിക്കാറുള്ള പാറ്റി ആയിരിക്കും, എനിക്കല്ലെങ്കിൽ ഭാഗ്യമില്ല എന്നൊക്കെ പറയുന്നു. പെട്ടെന്നാണ് കടലിൽ നിന്ന് ഒരു വല്ലാത്ത തിരയിളക്കം. അവിടെ നിന്ന് പൊസൈഡൻ പൊന്തി വരുന്നു. പൊസൈഡൻ ഇവിടെയുള്ള സൺബേൺ സ്റ്റാച്യു അങ്ങ് എടുത്തു. അതോടുകൂടി അവിടുത്തെ അന്തരീക്ഷം മുഴുവനായിട്ട് വല്ലാത്ത രീതിയിൽ മാറിപ്പോയി. നാട്ടുകാരോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ സംരക്ഷിക്കുന്നത് ഞാനാ, എന്നിട്ട് നിങ്ങൾ ആ സൂസിന്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചേക്കുന്നു. എത്രയും പെട്ടെന്ന് എന്റെ പ്രതിമ ഉണ്ടാക്കണം. ഞാനിവിടെ ഒരു ഹവർ ഗ്ലാസ് വെക്കും. അതെങ്ങാ ഇങ്ങനെ വീഴുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾ എന്റെ പ്രതിമയുണ്ടാക്കി അതിലൊരു ഇന്ദ്രനീലത്തിന്റെ ശൂലം വച്ചില്ലെങ്കിൽ എന്റെ തനി ഗുണം നിങ്ങൾ കാണൂ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പോകുന്നു. ഇന്ദ്രനീല ശൂലം എന്ന് കേട്ടപ്പോഴേ പാറ്റി വീട്ടിൽ ചെന്ന് ഓടിപ്പോയി ഒരു മാപ്പ് വെച്ച് നോക്കുകയാണ്. ട്രിനെറ്റ് എന്ന് പറയുന്ന ഭയങ്കരമായ ഒരു ദ്വീപിന്റെ മാപ്പ്. അവിടുത്തെ ആ മാപ്പിൽ തന്നെ ഒരു ശൂലത്തിന്റെ നിറമുള്ള, ശൂലത്തിന്റെ രൂപമുള്ള ഒരു ഇന്ദ്രനീലം ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ പോയി ഇതെടുത്താലോ എന്ന് നമ്മുടെ ഈ പാറ്റി ചോദിക്കുമ്പോൾ കടൽക്കാക്കയായിട്ടുള്ള ക്ലോഗ് അവിടെ വരും. ആ കുഞ്ഞനെലിയാണെങ്കിലും ഇവള് പറഞ്ഞതിലും കാര്യമുണ്ട്, ഇത് നല്ലൊരു ആശയമാണെന്നൊക്കെ പറയുന്നു. പക്ഷെ സാമിന് മാത്രം ഇത് ഇഷ്ടപ്പെടുന്നില്ല. തന്റെ മോള് അത്ര ഇങ്ങനെ അഡ്വഞ്ചറസ് ആയ കാര്യങ്ങളൊന്നും ചെയ്യാൻ വിടാനൊന്നും നമ്മുടെ സാമിന് ഇഷ്ടമല്ല. എന്നാൽ പാറ്റി ആവട്ടെ പുസ്തകങ്ങളിലൂടെ വായിച്ച അറിവുകളെല്ലാം വെച്ച് പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് അവള് പോകുന്നതിൽ ഉത്സാഹം പൂണ്ടിരിക്കുകയാണ്. അവളെ
കൂടുതൽ ഉത്സാഹിപ്പിക്കാനായിട്ട് നാട്ടുകാരും ക്ലോഗും ഉണ്ടായിരുന്നു. അങ്ങനെ സാമും ഞാനും വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരുടെ കയ്യിലുള്ള ഈ മാപ്പ് ഇവര് ജെയ്സൺ കാണുകയെ കൊണ്ടുവയ്ക്കും. ജെയ്സൺ അങ്ങനെ ട്രിനിറ്റ് എന്ന ദ്വീപില് ഇതുപോലൊരു ഇന്ദ്രനീലം ഉണ്ട്, ഞങ്ങൾ അത് പോയി എടുത്തിട്ട് വരാമെന്ന് പറയുന്നു. പക്ഷേ ജെയ്സന്റെ പണ്ടത്തെ കൂട്ടാളികളൊക്കെ മരിച്ചുപോയി. ഇപ്പോ ആരും തന്നെ അദ്ദേഹത്തിന്റെ കൂടെ പോവാനുമില്ല. ചേടാ, യാത്ര മുടങ്ങുമല്ലോ എന്നോർത്ത പാറ്റി ഉടനെ തന്നെ അവൾക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്: മരിച്ചവരെ താൽക്കാലികമായി ജീവിപ്പിക്കാനുള്ള ഒരു തന്ത്രം. ആ തന്ത്രം നമ്മുടെ പാറ്റി ഈ ജെയ്സന്റെ കൂട്ടാളികളെ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് പ്രയോഗിച്ചു. അത്ഭുതം എന്ന് പറയാലോ, എല്ലാവരും ഇതേ ജീവനോടെ പുറത്തേക്ക് വന്നേക്കുന്നു. പക്ഷെ ഒക്കെ തന്നെ അസ്ഥിക്കൂടം കണക്കായിരിക്കുന്ന എല്ലും തോലും കണക്ക്. ഇവരുടെ ആ ബോട്ട് പോലും തുഴയാനായിട്ട് ഇവർക്ക് ഒരു ഇതും ഉണ്ടായിരുന്നില്ല. ക്ലോഗ് ആവട്ടെ പാറ്റിയോട്, ഇതെല്ലാം നിന്റെ പ്ലാനല്ലേ, നീ ഇല്ലാതെ എങ്ങനെയാ ശരിയാവാ, ഇവരെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല, നീയും വാ എന്ന് പറഞ്ഞ് പാറ്റിയെ വിളിക്കുമ്പോൾ അവളെ തനിച്ച് വിടത്തില്ല, ഞാനും വരുമെന്ന് പറഞ്ഞ് സാമും പോവാണ്. അങ്ങനെ ദേ പാവിരിച്ച് ഇവര് നേരെ യുക്ലോഗിൽ നിന്ന് ട്രിനെറ്റിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. പോകുന്ന വഴി നീളെ നമ്മുടെ സാം ഇങ്ങനെ പേടിച്ചരണ്ട് ഇരിപ്പുണ്ട് കേട്ടോ. അന്നേരം നമ്മുടെ പാറ്റിയും ക്ലോഗും പോയിട്ട് കടലിന്റെ സൗന്ദര്യം ആസ്വദിക്കൂ എന്നും പറഞ്ഞ് സാമിനെ വിളിക്കുകയാണ്. കടലിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പോയ നമ്മുടെ ക്ലോഗ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് ഛർദിയോട് അവന് സീ സിക്നസ് എന്നൊരു അസുഖം ഉണ്ടായിരുന്നു. ചേടാ, കടലിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പോയിട്ട് ഇപ്പോ എന്റെ സൗന്ദര്യം പോകുന്ന മട്ടാണല്ലോ എന്നൊക്കെ ഇവര് പറയുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒടുക്കത്തെ ഇടിയും മഴയും. നമ്മുടെ ദേവന്മാര് ഇവരെ ചുമ്മായിട്ട് കളിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുവാണ്. പിന്നീട് നമ്മുടെ സൂര്യദേവന്റെ ഭാര്യ വന്ന് വഴക്ക് പറഞ്ഞപ്പോൾ എല്ലാ അതുങ്ങളും ഇതെല്ലാം നിർത്തിക്കൊണ്ടുപോയി. പക്ഷെ അപ്പോഴേക്ക് ഒരു കുട്ടി നീരാളിയെ അവര് കടലിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞു നീരാളി ഇവരുടെ ഷിപ്പും എടുത്തു വെച്ച് കളിച്ചോണ്ടിരിക്കുകയാണ്. പാറ്റിക്ക് ഇതിനെ കണ്ടപ്പോ തന്നെ ഇത് കുഞ്ഞാണെന്ന് മനസ്സിലായി. അവൻ സാമിനോട് പറഞ്ഞു, ഹേയ് അമ്മേ, അമ്മ പോയിട്ട് അതിന്റെ ചെവിയിൽ നല്ലൊരു പാട്ട് പാടിക്കൊടുക്കുക, അതിന്റെ മൂക്കള ഞാൻ ഒപ്പാമെന്ന് പറയുന്നു. അങ്ങനെ സാം, അത് വേണോടാ, എനിക്ക് പേടിയാടാ എന്നൊക്കെ പറയുമ്പോ അതൊരു കുഞ്ഞാണമ്മേ, അമ്മ ചെല്ല് എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ സാം പമ്മി ആ നീരാളിയുടെ കൈയിലെല്ലാം തൂങ്ങി അതിന്റെ ചെവിയുടെ അടുത്ത് പോയിട്ട് കുഞ്ഞു നീരാളി ഉറങ്ങു നീരാളി എന്നെല്ലാം പാടിക്കൊടുക്കാൻ തുടങ്ങി. അതിന്റെ മൂക്കളൊപ്പി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നീരാളി കുഞ്ഞ് പതിയെ ഉറങ്ങി അങ്ങോട്ട് വീഴും. ആ സമയത്തേക്ക് സാമിന്റെ കൈവശം ഉണ്ടായിരുന്ന ആ ടിക്കറ്റ്, നമ്മുടെ പാറ്റിക്ക് അടിച്ച ടിക്കറ്റിന്റെ റിസൾട്ട് പുറത്തേക്ക് വീഴും. ഇത് കാണുന്ന പാറ്റി, അമ്മയല്ലേ പറഞ്ഞേ എനിക്ക് ടിക്കറ്റ് അടിച്ചില്ലെന്ന്, അപ്പോ അമ്മനെ പറ്റിക്കായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അവൾക്ക് നല്ല രീതിയിൽ സങ്കടമായി. സാമിന് എന്തെങ്കിലും പറയാൻ വരുന്നതിന് മുൻപ് നമ്മുടെ പാറ്റി നേരെ പോയിട്ട് കീറിയ പായയെല്ലാം ആ ഷിപ്പിന്റെ ശരിയാക്കുന്നുണ്ട്. കുറച്ച് ദൂരം എത്തിയപ്പോൾ മറ്റൊരു ഐലൻഡ് എത്തി. അങ്ങനെ ഇവരെല്ലാവരും അവിടുത്തെ നാട്ടുകാരോട് ഷിപ്പ് ഒന്ന് റിപ്പയർ ചെയ്യാനായിട്ട് പറയും. പൈസ കാണുമ്പോൾ ഓക്കെ ഇവർ റിപ്പയർ ചെയ്ത് തരാമെന്നും പറയും. സാമിനോട് നമ്മുടെ പാറ്റി പറഞ്ഞു, അമ്മയ്ക്ക് എന്തായാലും എന്റെ കൂടെ വരാൻ താല്പര്യമില്ല, അമ്മ ഇല്ലെങ്കിലും ഞാൻ സേഫ് ആയിരിക്കും, അതുകൊണ്ട് അമ്മ ഇവിടെ നിന്നോ, അമ്മ ഞങ്ങളുടെ കൂടെ വരണ്ട എന്ന് പറയുന്നു. ഇവിടെ നമ്മുടെ യുക്ലോഗിലെ നാട്ടുകാരാണെങ്കിൽ പൊസൈഡന്റെ പ്രതിമ ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ സൺബേൺ സ്റ്റാച്യു ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒടുക്കത്തെ ചൂടായിരുന്നു കേട്ടോ. ഇപ്പോ ഈ ഒരു നാട്ടിൽ നിന്ന് നമ്മുടെ പാറ്റിയും സംഘവും ഷിപ്പ് എടുത്ത് പോയിട്ടുണ്ട്. സാം അവിടെ ഒറ്റയ്ക്കാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പാറ്റിക്ക് ഭയങ്കര സങ്കട കേട്ടോ, അമ്മ തന്നോട് നുണ പറഞ്ഞല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. പക്ഷെ അതൊന്നും അവള് പുറത്ത് കാണിക്കുന്നില്ല. അവൾക്കെങ്കിലും എങ്ങനെയെങ്കിലും ട്രിനെറ്റിൽ എത്തണം, ഇന്ദ്രനീലം കരസ്ഥമാക്കണം, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവര് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങ് അകലെ നിന്ന് ട്രിനെറ്റ് ഇവര് കണ്ടു. പക്ഷെ ട്രിനെറ്റില് ഇവരെ കാത്തു നിന്നിരുന്നത് ഒരു റോബോട്ടാണ്. ആ റോബോട്ട് ഇവർക്ക് നേരെ കല്ലുകൾ എടുത്ത് എറിയാൻ തുടങ്ങി. അന്നേരത്തേക്ക് നമ്മുടെ ജെയ്സണൊക്കെ ഉറങ്ങി തൂങ്ങിയാണ് ഈ ഷിപ്പ് ഓടിക്കുന്നത്. പാറ്റി ജെയ്സന്റെ തോളത്ത് പോയിരുന്നു. എന്നിട്ട് ഈ ഷിപ്പിന്റെ ഡയറക്ഷൻ മാറ്റി അപ്പുറത്തൊരു ഗുഹയുണ്ടായിരുന്നു. ആ ഗുഹയുടെ ഉള്ളിലാണ് പിന്നീട് ഇവർ ഈ ഷിപ്പ് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നത്. ഇനി ഇവിടെ നിന്ന് നടന്നു പോയാൽ മതിയല്ലോ എന്ന് നമ്മുടെ പാറ്റി ക്ലോഗിനോട് പറയുന്നുണ്ട്. അങ്ങനെ ജെയ്സണും കൂട്ടരും ഇറങ്ങുന്നതിന് മുൻപ് ഇവരിറങ്ങി നടക്കുന്നു. ഈ സമയത്ത് ഈ നാട്ടിലുള്ള നമ്മുടെ സാം ആവട്ടെ ഇവിടുത്തെ എലികള് ആ ട്രിനെറ്റിൽ പോയിട്ടുള്ള ഒറ്റ എണ്ണവും തിരികെ വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സാമിന് പേടിയായി. എന്റെ കുഞ്ഞ് അത് അവിടെ ഉണ്ട്, എനിക്ക് അവനെ രക്ഷപ്പെടുത്തണം, അവനൊരു എലിയാണെന്നൊക്കെ പറയാണ്. എലിക്ക് പൂച്ച അമ്മയോ? എന്തായാലും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം, പക്ഷെ അതിന് പകരമായിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് എപ്പോൾ ഹെൽപ്പ് വേണമെങ്കിലും തിരിച്ചു ചെയ്യണമെന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ ചെയ്യാമെന്ന് സാമ് പറയാണ്. അങ്ങനെ ഇവിടെ നിന്ന് ട്രിനെറ്റിൽ എത്താനുള്ള മാർഗ്ഗം ഇവർ പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ജെയ്സണും ടീമും മാപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ ഒത്തിരി സൈക്ലോപ്പ് മരങ്ങൾ കാണുന്നുണ്ട്. ഇതെന്താ സംഗതി എന്ന് ക്ലോഗ് പാറ്റിയോട് ചോദിക്കുമ്പോൾ പാറ്റി പറഞ്ഞു, ഇവിടെ സൈക്ലോപ്സ് എന്ന കുറച്ച് ഭൂതങ്ങളുണ്ട്. ആ ഭൂതങ്ങള്
സൂര്യപ്രകാശം തട്ടിത്തരത്തിലെ മരങ്ങളാവും എന്ന്. ഇപ്പൊ നമ്മുടെ സാം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്ക് എന്താ പറയാ, ഭയങ്കര ഒരു റൈഡ് പോലെയാണ്. ഒരു ഡോൾഫിന്റെ പുറത്തിരുന്ന് ചാടി തുള്ളിയൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് ഇവിടെ നമ്മുടെ ജെയ്സണും കൂട്ടരും ആ മാപ്പ് വെച്ച് ഇനി എവിടെ പോകണം എന്ന് നോക്കി നിൽക്കുമ്പോൾ സൈക്ലോപ്സ് എന്ന ആ ഭൂതങ്ങള് ഇവരെ വളഞ്ഞു. ആഹാ, ഇതിപ്പോ ഒരാഴ്ചത്തേക്കുള്ള ഫുഡ് ഒന്നിച്ചിങ്ങോട്ട് കിട്ടിയല്ലോ എന്നും പറഞ്ഞ് അവരെല്ലാവരും നമ്മുടെ ജെയ്സനെയും കൂട്ടരെയും ഒരു ചാക്കിൽ കെട്ടുവാണ്. കുറച്ചെണ്ണത്തെ നമുക്ക് ഇടിച്ചു പൊടിച്ചു വെക്കാം, കുറെ എണ്ണത്തെ ഉണക്കാം, എന്നിട്ട് ശേഖരിച്ച് സാവധാനം കഴിക്കാം എന്നൊക്കെ പറയുന്നു. ഇവരുടെ കൂടെ നമ്മുടെ പാറ്റിയും ക്ലോഗും പോകുന്നുണ്ട്. ആ സമയത്തേക്ക് ഇവിടെ നമ്മുടെ ഡോൾഫിൻ സാമിനെ കൊണ്ടുവന്ന് ആ ഗുഹയിലാക്കി കൊടുത്തു. അന്നേരം ഇപ്പൊ ആ ഗുഹയില് ഉണ്ടായിരുന്ന 2 എലികള്, അവരുടെ പേര് ജില്ലെന്നും ബില്ലെന്നും ആയിരുന്നു. അവര് നമ്മുടെ സാമിനെ പിടിച്ചു കെട്ടിവെച്ചു. അന്നേരം സാമ് പറഞ്ഞു, എന്റെ കുഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ വീണ്ടും എലിയാണ് ഒരു പൂച്ചയുടെ കുഞ്ഞ്, ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് സാമിനെയും കൂട്ടിക്കൊണ്ട് അവര് പോകുന്നു. ഈ സമയത്തേക്ക് നമ്മുടെ സൈക്ലോപ്സ് ജെയ്സനെയും കൂട്ടരെയും കൊണ്ട് അവരുടെ താവളത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒത്തിരി സ്വർണവും കാര്യങ്ങളും ഒക്കെ ഇവര് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പാറ്റിയും ക്ലോഗും കൂടെ എവിടെയാണ് ആ ഒരു ഇന്ദ്രനീലം ഇരിക്കുന്നതെന്നാ തിരയുന്നത്. ഈ കാഴ്ചകൾ എത്തുമ്പോൾ നമ്മുടെ ദേവന്മാർക്ക് ബോറടിക്കും. അയ്യേതൊന്നും കാണാൻ വയ്യ എന്നും പറഞ്ഞ് അവരൊക്കെ ബോറടിച്ച് അവിടെ നിന്ന് പോകും. പാറ്റിയും ക്ലോഗും കൂടെ തെരച്ചിലാണ്, എവിടാണ് എന്താണ് എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര തെരച്ചില്. അങ്ങനെ അവർ കണ്ടെത്തും എവിടാണ് സ്വർണ്ണമൊക്കെ കൂട്ടി വെച്ചേക്കുന്നതെന്ന്. പക്ഷെ അവിടെ ഇന്ദ്രനീലം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മുടെ സാം ഇവിടേക്ക് പൊക്കോണ്ടിരിക്കുന്ന വഴിക്ക് വലിയ ഞണ്ടുകളെ കാണും. അങ്ങനെ സാം തന്റെ കാര്യമൊക്കെ ഞണ്ടുകളോട് പറയുമ്പോൾ, അയ്യോ എന്ത് മണ്ടത്തരാ നിങ്ങളുടെ മോള് ചെയ്തു വെച്ചേ, ഇവിടെ ശരിക്കും അങ്ങനെയൊന്നും ഇല്ല. അവന്മാര് ഡെയിലി ഒരു മെഷീൻ പ്രവർത്തിപ്പിക്കുന്നുണ്ട്, അതിനകത്ത് നിന്ന് ഒരു മാപ്പും പുറത്തു വരും. അങ്ങനെ ആ മാപ്പ് കടലിലേക്ക് എറിയും, ഇത് കാണുന്ന ആൾക്കാർ ഇവിടേക്ക് വരും, അങ്ങനെ അവരെ കൊന്നു തിന്നുക എന്നുള്ളതാണ് സൈക്ലോപ്സിന്റെ പണിയെന്ന്. ഇതൊന്നും അറിയാതെ നമ്മുടെ പാറ്റിയും ക്ലോഗും ഇപ്പോഴും അവിടെ ഇന്ദ്രനീലം തെരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. സാം ആവട്ടെ പാറ്റി നല്ല രീതിയിൽ പണി കിട്ടിയിരിക്കുവാണെന്ന് മനസ്സിലായി. എത്രയും പെട്ടെന്ന് അവളെ രക്ഷപ്പെടുത്താനായിട്ട് പോവാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ അകത്തോട്ട് പോവാനുള്ള വഴി നമ്മുടെ സാമിന് ഈ ഞണ്ടുകൾ പറഞ്ഞു കൊടുക്കാണ്. ഈ സൈക്ലോപ്സ് രാത്രിയാണ് എണീക്കുള്ളൂ, രാവിലെ അവർ എണീക്കത്തില്ല, കാരണം സൂര്യപ്രകാശം തട്ടി അവർ അപ്പന്മാരായി പോവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ സാമിന് അവർ പറഞ്ഞു കൊടുത്തു. സാം അങ്ങനെ ആരും കാണാതെ നമ്മുടെ പാറ്റിയുടെ അരികിലേക്ക് പോകാനുള്ള തത്രപ്പാടിലാണ്. ഈ സമയത്തേക്ക് ഇവരിങ്ങനെ ഇന്ദ്രനീലം തിരയുന്നുണ്ടെങ്കിലും അപ്പോൾ ഇതേ ഒരു ഹൈഡ്ര അങ്ങോട്ട് വരുന്നുണ്ട്. 2 തലയുള്ള ഈ ഹൈഡ്രയുടെ ഒരു തല പോയി കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് എക്സ്ട്രാ 2 തലകൾ മുളച്ചു വരും. അത്തരത്തിലുള്ള ഒരു സംഗതിയാണ് കേട്ടോ അത്. അങ്ങനെ ഈ ഹൈഡ്രയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായി നമ്മുടെ പാറ്റിയും ക്ലോഗും പിന്നെ ഓട്ടത്തോടോട്ടം. അതാണെങ്കിൽ ഇവരെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു തല ഇവര് മുറിച്ചിട്ടു, അപ്പോൾ അവിടെ 2 തല മുളച്ചു വന്നു. വീണ്ടും ഒരെണ്ണം മുറിച്ചിട്ടു, വീണ്ടും അവിടെ 2 എണ്ണം. അങ്ങനെ ഇരട്ടിക്കായിട്ട് ഹൈഡ്രയ്ക്ക് തല മുളച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ പാറ്റിയും ക്ലോഗും കൂടെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്ക് രാത്രിയായ സ്ഥിതിക്ക് സൈക്ലോപ്സും വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഇവര് പുറത്തെത്തി ഒരുവിധം നോക്കുമ്പോൾ നമ്മുടെ ജില്ലിനെയും ബില്ലിനെയും കണ്ടു. ജില്ലും ബില്ലും പറഞ്ഞു, നിങ്ങളെ രക്ഷപ്പെടുത്താൻ സാം അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ന്. സാമാണ് ഇപ്പോൾ അവിടെ പെട്ടുപോയത്. ഈ സമയത്തേക്ക് ഇവിടെ നമ്മുടെ യുക്ലോഗ് എന്ന നാട്ടിലാവട്ടെ പൊസൈഡന്റെ പ്രതിമ പണി കഴിപ്പിച്ച് എല്ലാവരും അവശതയിലിരിക്കുമ്പോൾ അവിടുത്തെ നിഞ്ച റാറ്റ്സ് ഒരു തീരുമാനം എടുത്തു, നാട്ടുകാർക്ക് എല്ലാവർക്കും വെള്ളം കൊടുക്കണമെന്ന്. അങ്ങനെ ഇവര് എല്ലാവർക്കും കൊണ്ടുവന്ന് വെള്ളം കൊടുക്കുന്നുണ്ട്. ഇവരുടെ സഹായം കാണുമ്പോൾ കടൽക്കാക്കകള് പാവം എല്ലാത്തിനും ചൂടെടുത്തിരിക്കുമല്ലേ എന്നും പറഞ്ഞ് ഇവരുടെ തൊട്ടടുത്ത് വന്ന് ചിറകടിക്കാൻ തുടങ്ങും. അങ്ങനെ ഇവർക്ക് കാറ്റും കിട്ടുന്നുണ്ട്. എല്ലാവരും കൂടെ കൂട്ടായ ഒരു പ്രവർത്തനം നടത്താണ്. അകത്തുണ്ടായിരുന്ന, അതായത് ഇപ്പോൾ ജയിലിൽ ആയിട്ടുണ്ടായിരുന്ന നമ്മുടെ ജെയ്സൺ അവന്റെ എല്ലും കോലുമായിട്ടുള്ള ബാക്കി ഫ്രണ്ട്സിനെയൊക്കെ പുറത്തിറക്കി. പക്ഷെ അദ്ദേഹം മാത്രം പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുകയാണ്. ഈ കാഴ്ചകളൊക്കെ വെളിയിൽ നിന്ന് പാറ്റി കാണുന്നുണ്ട്. എന്റെ അമ്മയെ ഞാനെല്ലാം അപകടപ്പെടുത്തിയേ, നമുക്ക് എല്ലാവർക്കും കൂട്ടായിട്ട് പ്രവർത്തിക്കണം എന്നൊക്കെ നമ്മുടെ പാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സാമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പാറ്റി അകത്തോട്ട് പോയി. അകത്തെത്തിയ സാമിനെ കാണുമ്പോൾ നമ്മുടെ പാറ്റി അമ്മേനോട് ക്ഷമിക്കണം എന്ന് പറയാണ്. മോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്, മോൾ ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു, ഇവിടെ വലിയ പ്രശ്നം നടക്കുന്ന സ്ഥലം എന്നൊക്കെ സാമു പറയുന്നുണ്ടെങ്കിലും അമ്മ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്റെ അടുത്തോട്ട് വന്നല്ലോ, അതും ഞാൻ എന്തൊക്കെ പറഞ്ഞിരുന്നു അമ്മയോട്, അതൊന്നും അമ്മ നോക്കിയില്ലല്ലോ എന്നൊക്കെ പറയുന്നു. അങ്ങനെ നമ്മുടെ പാറ്റി സാമിനെ ഒരുവിധം ഇവിടെ നിന്ന് പുറത്തേക്ക് കടത്തുകയാണ് ചെയ്യുന്നത്. ഇതേ സമയത്തും നമ്മുടെ ജെയ്സൺ പുറത്തെത്തിയിട്ടില്ല. ജെയ്സന്റെ ഫ്രണ്ട്സ് മാത്രമേ കേട്ടോ വെളിയിൽ എത്തിയിട്ടുള്ളൂ. ഇവരെല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ച് ഇവിടെ നിന്ന് ജെയ്സനെയും കൊണ്ടുപോകണം. അതുപോലെ തന്നെ ഇവന്മാര് കുറെ സ്വർണവും പണവും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു ഇന്ദ്രനീല ശൂലം തനിയെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇനി തൊട്ട് നമ്മുടെ പാറ്റിയുടെ പ്ലാൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ മെയിൻ ആയിട്ടുള്ള ശത്രുക്കള് സൈക്ലോപ്സ്, പിന്നെ ആ ഹൈഡ്ര, അതുകൂടാതെ ആ റോബോട്ടാണ്. അപ്പോൾ ഇവരെ 3 പേരെയും കീഴടക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാൻ ആണ് നമ്മുടെ പാറ്റി സെറ്റ് ചെയ്യുന്നത്. കുറച്ച് പേരെന്തോ ചെയ്യും, ആ ഹൈഡ്രയുടെ അടുത്തേക്ക് പോകും, ഹൈഡ്രയെ ഒതുക്കും.
പിന്നെ കുറച്ചുപേര് ആ റോബോട്ടിന്റെ അടുത്ത് പോവും. ആ റോബോട്ടിനെ നമുക്ക് തിരിച്ചും പ്രവർത്തിപ്പിക്കാം, അതായത് ഇവർക്ക് എതിരല്ലാതെ ഇവർക്ക് അനുകൂലമായിട്ടും പ്രവർത്തിപ്പിക്കാം. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നു. വേറെ കുറച്ചുപേര് ഈ സൈക്ലോപ്സിന്റെ സ്വർണ്ണമെല്ലാം എടുത്ത് ഉരുക്കിയിട്ട് ഒരു ശൂലം തനിയെ ഉണ്ടാക്കും. രാവിലെ ഈ കാര്യം നടക്കത്തുള്ളൂ, കാരണം സൈക്ലോപ്സ് രാവിലെ ഉറങ്ങുള്ളൂ. അങ്ങനെ നമ്മുടെ ഈ ക്ലോഗും അതുപോലെ ജില്ലും ബില്ലും കൂടി റോബോട്ടിനരികിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ആ റോബോട്ടിനെ മാൽഫങ്ഷൻ ആക്കി ഇവർക്ക് സഹായമാവുന്ന രീതിയിൽ മാറ്റുന്നുണ്ട്. ഹൈഡ്ര ഒതുക്കാൻ വേണ്ടി നമ്മുടെ ഞണ്ടുകളാണ് പോകുന്നത്. ഹൈഡ്രയ്ക്ക് ഓരോ തല പോകുമ്പോഴും പല പല തലകളും മുളച്ചു വരുമല്ലോ, അതാണ് ഇവർ ഉപയോഗപ്പെടുത്തുന്നത്. നമ്മുടെ പാറ്റിയും സംഘവും ആവട്ടെ ഇവിടെ ഇവന്മാര് കൂട്ടി വെച്ചിട്ടുള്ള സ്വർണ്ണമെല്ലാം തന്നെ ഉരുക്കി അവിടെ ഒരു ശൂലത്തിന്റെ രൂപം ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈഡ്രയ്ക്ക് തലമുളച്ച് ഒരു ബോൾ പോലെ ആയിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ഈ ശൂലത്തിന്റെ രൂപത്തിൽ മാറിയിട്ടുണ്ടായിരുന്ന സ്വർണത്തിലേക്ക് അവിടെ നിന്ന് കിട്ടിയ ഇന്ദ്രനീല കല്ലുകൾ ഇവരെടുത്ത് ഇടാൻ തുടങ്ങി. ഈ കാഴ്ച തന്നെ നല്ല മനോഹരമായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ച് അത് ഒന്ന് ചൂടാറ്റിയെടുത്ത് സെറ്റായിട്ടുള്ള ഒരു വലിയ ഇന്ദ്രനീല ശൂലം തന്നെ ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്രയൊക്കെ ആയപ്പോൾ ഇവിടെ നിന്ന് പോവാം, ജെയ്സനെയും കൂടെ രക്ഷപ്പെടുത്താം എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്ക് രാത്രിയായി കഴിഞ്ഞ് എന്ത് സംഭവിക്കും? സൈക്ലോപ്സ് എണീക്കും. ഒടുക്കത്തെ ശബ്ദമുണ്ട്, കാരണം അവരുടെ മെഷീൻസ് ആണ് ഇവർ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സൈക്ലോപ്സിന്റെ ലീഡർ വന്ന് ഇവിടേക്ക് ആരോ നുഴഞ്ഞു കയറി, നമ്മൾക്ക് അവരെ ഇവിടെ നിന്ന് വെറുതെ വിടാൻ പാടില്ല എന്നും പറഞ്ഞ് എല്ലാത്തിനെയും വിളിച്ച് ഉണർത്തി. അങ്ങനെ ഇവരെല്ലാവരും കൂടെ അവിടേക്ക് ചെല്ലുവാണ്. ഈ സമയത്തേക്ക് അയ്യോ ഈ ഘട്ടങ്ങളൊക്കെ അടിപൊളിയാണല്ലോ എന്ന് പറഞ്ഞ് ദേവന്മാരും ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ റോബോട്ടിനെ ക്ലോഗും ജില്ലും ബില്ലും കൂടെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവര് പറയുന്നത് മാത്രമേ ആ റോബോട്ട് കേൾക്കുള്ളൂ. ഇവിടെ വെളിയിലാവട്ടെ നമ്മുടെ സൈക്ലോപ്സ് വീണ്ടും നമ്മുടെ പാറ്റിയെയും സാമിനെയും അടക്കം എല്ലാവരെയും പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ അടി നടക്കുന്ന സമയത്തേക്ക് എന്താ ക്ലോഗ് റോബോട്ടും കൊണ്ട് വരാത്തേ എന്ന് പാറ്റി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. കറക്റ്റ് സമയത്ത് നമ്മുടെ റോബോട്ട് അവിടെ വന്നു. അങ്ങനെ റോബോട്ട് സൈക്ലോപ്സിനെ ഇടിച്ച് തൊഴിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. അടിയോടടി. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് സൈക്ലോപ്സ് അയ്യോ നേരം വെളുക്കാനായല്ലോ എന്ന് ഓർക്കുന്നത്. പക്ഷേ ഇവരുടെ ലീഡർ മാത്രം ഇപ്പോഴും ഇല്ല, ഇവരൊക്കെ ഞാൻ ഇല്ലാതാക്കിയിട്ടേ ഉള്ളൂ കാര്യം എന്നും പറഞ്ഞ് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ അവസാനം പെട്ടെന്ന് റോബോട്ടിനെ സെൽഫ് ഡിസ്ട്രക്ഷൻ മോഡിലേക്ക് മാറ്റിയ ക്ലോഗ് അവിടെ നിന്ന് പോന്നു. അങ്ങനെ ആ റോബോട്ട് അവിടെ നിന്ന് പൊട്ടിത്തെറിച്ചപ്പോ അതിനകത്തുണ്ടായിരുന്ന നമ്മുടെ ലീഡർ സൈക്ലോപ്പ് നേരെ വന്ന് വീഴുന്നത് ഈ ഗുഹയ്ക്കകത്തേക്കാണ്. എല്ലാവരും രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് സൈക്ലോപ്പ് വന്ന് ആ ഒരു ശൂലം അവിടെ നിന്ന് മാറ്റാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് പുറത്തുള്ള സൂര്യപ്രകാശം കണ്ണാടിയെല്ലാം വെച്ച് ഇവരെല്ലാവരും ചേർന്ന് ആ സൈക്ലോപ്പ് ലീഡറുടെ ദേഹത്തേക്ക് അടുപ്പിക്കും. അതോടുകൂടി അവൻ വലിയൊരു നല്ല ഭംഗിയുള്ള ഒരു മരമായിട്ട് അവിടെ നിന്ന് മാറുകയും ചെയ്യും. അതിനുശേഷം നമ്മുടെ ഇന്ദ്രനീല ശൂലം നമ്മുടെ പാറ്റിയും കൂട്ടുകാരും ജെയ്സന്റെ ശ്രദ്ധയിൽ പെടുത്തും. അതുകൂടി കിട്ടിയപ്പോൾ ജെയ്സണും കൂട്ടരും ഇവിടെ നിന്ന് പോവാൻ തുടങ്ങുമായിരിക്കും. പക്ഷെ ഇവിടെ ഈ ഒരു ഹവർ ഗ്ലാസ് അവസാനത്തെ തുള്ളിയിൽ എത്തി നിൽക്കുകയാണ്. ഒട്ടും തന്നെ കാറ്റില്ലാത്തത് കൊണ്ട് നമ്മുടെ പാറ്റിക്കും സംഘത്തിനും കറക്റ്റ് സമയത്ത് നാട്ടിലേക്ക് എത്താൻ പറ്റുമോ എന്ന് അറിയത്തില്ല. എല്ലാ ദേവന്മാരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സൂര്യദേവന്റെ ഭാര്യ പറഞ്ഞൊന്ന് കാറ്റടിപ്പിച്ചു കൊടുത്തൂടെ. പിന്നീട് യമഹയുടെ മോട്ടോർ വെച്ച കൂട്ടാണ് ഇവർ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പൊസൈഡൻ വന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി അത് ചെയ്തില്ലല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്ക് ഇവർ ആ ഒരു ശൂലം എടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കും. ഇത് മനോഹരമായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം തന്റെ പ്രതിമയിൽ ആ ശൂലം സ്ഥാപിക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ സൺബേൺ സ്റ്റാച്യു ഇവർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. വീണ്ടും യുക്ലോഗിനെ അനുഗ്രഹിക്കുകയും ചെയ്യും. സോ ഇതൊക്കെ ചെയ്തത് നമ്മുടെ പാറ്റിയാണെന്ന് അവിടുത്തെ എലി സംഘത്തിനും മൃഗസംഘത്തിനും എല്ലാവർക്കും അറിയാമായിരുന്നു. മനുഷ്യന്മാര് ജെയ്സന് വേണ്ടി ഇങ്ങനെ ആർപ്പ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പാറ്റിക്ക് ഒരു ട്രിബ്യൂട്ട് പോലെ അന്നത്തെ ആ ഒരു സെലിബ്രേഷൻ ദിവസം സാം എന്ന അവന്റെ അമ്മ തന്നെ ഇതൊരു നാടകമായിട്ട് അവതരിപ്പിക്കുന്ന സീനോട് കൂടിയാണ് 2022 പുറത്തിറങ്ങിയ എപ്പിക് ടെയിൽസ് എന്ന മനോഹരമായ ഈ ഒരു മൂവി അവസാനിക്കുന്നത്. സോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാട്ടോ. ഇന്നത്തെ വീഡിയോയുടെ മെസ്സേജ് എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ തന്നെ ഒത്തൊരുമ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും നമ്മളിങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. പക്ഷെ പല കാര്യങ്ങള് നമുക്ക് ഒത്തൊരുമയുണ്ടെങ്കിൽ, നമ്മുടെ കൂടെ നിൽക്കാൻ നല്ല ചങ്ങായിമാരുണ്ടെങ്കിൽ ഒക്കെ സാധിച്ചെടുക്കാൻ പറ്റൂ എന്നുള്ളതാണ്. സോ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇന്ന് മാർച്ച് 16 നിലമ്പൂരിലുള്ള നിലുഫർ എന്ന നമ്മുടെ സബ്സ്ക്രൈബറിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നിലുഫർ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത്തരത്തില് നമ്മുടെ വീഡിയോയിലൂടെ ബർത്ത്ഡേ വിഷസുകൾ അറിയിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാര് എന്നാണ് ബർത്ത്ഡേ എന്നും ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളുടെ പേരെന്താണെന്നും ബർത്ത്ഡേയുടെ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് കമന്റ് ആയിട്ട് പറയാട്ടോ. അതുപോലെ തന്നെ ഹായ് വേണ്ട കൂട്ടുകാർ പേരുകൾ കമന്റ്സ് ആയിട്ടിടാം. സോ നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.